സാകൃതകൃതകരായ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വകയും എൻ്റെ കൂട്ടുകാരുടെ വകയും എൻ്റെ നാട്ടുകാരുടെ വകയും ഒരു ക്രിസ്മസും ഒരു ന്യൂ ഇയറും ഞാൻ നേർന്നുകൊള്ളുന്നു. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു മോട്ടോ വ്ളോഗറോ ഒരു സാധാരണ വ്ളോഗറോ അല്ല. 24 മണിക്കൂറും ഒരു റൂമിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഈ വീഡിയോന് എല്ലായിടത്തും ഉണ്ടാവും. ഇനി ഭാവിയിൽ വരുന്ന വീഡിയോസിൽ അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ വീഡിയോന് കുറേ അങ്ങോട്ട് പോകുമ്പോൾ കുറേ മങ്ങലൊക്കെ കാണും. അതൊക്കെ മാറ്റി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി, എഡിറ്റ് ചെയ്യാണ്ട് തന്നെ നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി സെറ്റാക്കി ഇനി ഭാവിയിൽ വീഡിയോ വന്നാൽ വരുന്നതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഏതെങ്കിലും ടേംസോ അറിയാൻ പറ്റുന്ന ഏതോ പേരുകളോ കേട്ടാൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എൻ്റെ സ്വന്തം കൂട്ടുകാരുടെ പേരും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പം എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു ഫോർ വാച്ചിങ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു സൺഡേ പുറത്തിറങ്ങിയതാണ്. എന്തിന്? നന്നായി പള്ളിയിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങി. പള്ളിയിൽ പോയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു കോമിക്കോണ്ട് ഇവൻറ്റിലും പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ആ പരിപാടിക്ക് ആക്ച്വലി ഇറങ്ങിയതാണ്. എന്താ വണ്ടിക്കൊരു സൈഡ് വലിവ്? ഇത്രയും നേരം നല്ലൊരു ആൽക്കഹോളിക് വെതറായിരുന്നു. പെട്രോൾ അടിച്ച് ഒന്ന് സെറ്റായപ്പോഴേക്കും ആൽക്കഹോളിക്കൊക്കെ മാറി വെയിൽ വരാമെന്ന് പോലെ പണ്ടാരടങ്ങ. ഇതിൻ്റെ ഉള്ളിൽ കാറ്റൊന്നും കയറുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാം ഞാൻ കുറച്ച് വൃത്തിക്ക് ചെയ്തതാ. എല്ലാം ഞാൻ കുറച്ച് അവിടെ KL 13. കണ്ണൂരാ ഞാനും. കോഴിക്കോടല്ല, വണ്ടി സെക്കൻഡിന് എടുത്തേ. ഞാൻ കണ്ണൂരാ. എങ്ങോട്ടാ? ഇവിടെ എവിടെയാണോ വർക്ക് ചെയ്യാണോ? ഞാനിവിടെ ഇവിടെയാ. ശരി എന്നാ. എടാ, ഇത് ഹൈദരാബാദിൽ വർക്ക് ചെയ്യാണ്. പക്ഷേ കൊള്ളാം, പരിപാടി കൊള്ളാം. എനിക്ക് ഇഷ്ടമായി. ഇവിടെ ജാക്കറ്റൊക്കെ ഇട്ട് ഗിയറൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ വെച്ച്. ഓ, ഇൻ്റർകോമൊക്കെ ഉണ്ടായിരുന്നല്ലോ പുള്ളിയുടെ ഹെൽമെറ്റിൽ. ഞാൻ ഇതിലോട്ട് പോവാം. നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ പോവാം. അതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു മഹിമ. ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലൊക്കെ പോവാം. എന്നിട്ട് പക്ഷെ എന്നിട്ട് റോട്ടിലേക്ക് ഇതുണ്ട് പ്രാവ് കണ്ട് നിങ്ങൾ? നമ്മളെ നാട്ടിലൊന്നും കാണുന്നില്ല ഇങ്ങനെ പ്രാവ്. ഇങ്ങനെ ഉണ്ടോ? അതെല്ലാ മുക്കിലും മൂലയിലുണ്ടോ. സിറ്റിയിലോട്ടെല്ലാം പോയാൽ കുറേ അങ്ങനത്തെ സ്ഥലങ്ങൾ സ്പോട്ടുകളുണ്ട്. സമയം എത്രയും ഈ അമലിൻ്റെ വാച്ചാണെങ്കിൽ വർക്കാവില്ല. അമലെ കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ വാച്ചാണ് ഇപ്പോഴും ഇട്ടിട്ടുള്ളത്. വർക്ക് ചെയ്തില്ല ഇപ്പോഴും, വെറുതെ സ്റ്റൈലിൽ ഇട്ടിട്ടാളെ. ഒരു പ്രാവശ്യം റാൻ്റെ അമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചങ്ങ എന്നോട് വന്ന് ചോദിച്ചു റോച്ച്. ഞാൻ വലിയ കാര്യത്തിൽ കാണിച്ചു കൊടുത്തിട്ട് ഓ നൈസ് എന്ന് പറഞ്ഞ്. സമയം ഇതിൻ്റെ അകത്ത് എത്ര 10 മറ്റായിരുന്നു വാച്ചിൽ. മറ്റേ ഡെക്കറേഷൻ പോലത്തെ എൻ്റെ വാച്ചിലും 10 ആക്കി വെച്ചായിരുന്നു. 8 മണി മറ്റായിരുന്നു. അത് കണ്ടപ്പോൾ ചങ്ങയ്ക്ക് മനസ്സിലായി. ഓ ഇൻട്രസ്റ്റിംഗ് കാര്യം. അതിനുശേഷം പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. നൻപനെ പോൽ യാരുമില്ല എൻ്റെ ഭൂമിയില്ല. പക്ഷെ സൺഡേ ഒക്കെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സാഡ് അവസ്ഥയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് മനസ്സിലാവും. അതിപ്പോൾ എത്ര വലിയ വണ്ടിയാണെങ്കിലും ശരി, ചെറിയ വണ്ടിയാണെങ്കിലും ശരി, ഈ നട്ടപ്പാതിരൊക്കെ അത് പറയാ വേണ്ട. അത് പിന്നെ എൻ്റെ എല്ലാ PG പഠിക്കുന്ന ചങ്ങായിമാർക്ക് ആ കഥ അറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഇവിടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നട്ടപ്പാതിരക്ക് കാർബറേറ്റർ പൊട്ടുക.
നട്ടപ്പാതിരൊക്കെ കാർബറേറ്ററൊക്കെ പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ, അതും നടും കാട്ടിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ ഇതേ സമയം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വലിയ കാര്യത്തിൽ വ്ളോഗ് ചെയ്തായിരുന്നു. അന്നേരം എനിക്ക് ചാനൽ പോലും ഇല്ല. അല്ല, ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ബ്ലസ്സിൻ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഉണ്ട്. ഞാൻ ഇത് മറ്റേ സമയത്ത് ചെയ്തതാണ്. അപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ചെയ്ത് സംഭവം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്കാവേ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിന് പരിപാടി. ഞാൻ അവിടെ പോയപ്പോൾ നമ്മളെ ടീബോണൊക്കെ ഉണ്ടായിരുന്നു. ടീബോണ് ഫോട്ടോ മറ്റേ VLTയിൽ ഏകദേശം എല്ലാവരും ഉണ്ടായിരുന്നു. അത് അണ്ണയുടെ സംരംഭമായ ദാസോസ് ക്യാബിനറ്റ്സിൻ്റെ സെറ്റപ്പിന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടീബോണ്ട് കൂടിയാൽ 1.5 മണിക്കൂറൊക്കെ വ്ളോഗൊക്കെ ചെയ്ത് ഞാൻ അപ്പൂബായിക്ക് വീഡിയോ കോൾ, അപ്പൂബായിക്ക് ടീബോണിനൊക്കെ ഭയങ്കര ഇഷ്ടം, ടീബോണ്ട് മിങ്സിനൊക്കെ. അപ്പോൾ ഞാൻ അപ്പൂബായിന് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അപ്പൂബായിക്ക് വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്ത് ടീബോണൊക്കെ 1.5 മണിക്കൂറൊക്കെ എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച്. ഇവ തള്ളാന്നൊക്കെ വിചാരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതായിരുന്നു സത്യം. പുള്ളിക്കാരനിരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കേരള അതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ചങ്ങയൊക്കെ എന്ത് കിടലും അത് ചില്ലാണ്. അതായത് നമ്മൾ ചാറ്റിലൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന പോലെ തന്നെ പുള്ളിയുടെ നേരിട്ട് പോയിട്ട് കളിയാക്കിയാലും അവിടെ കള്ള ഹവക്ക് ആ ഒരു രീതിയിലാണ് ചങ്ങ റിപ്ലൈ ആയി. അത്ര നല്ല. പിന്നെ VLT എക്സിയോണ്, ആ പുള്ളിയാണല്ലോ അതിൻ്റെ തേകള് മലയാളി. അതാണോ എക്സിയോണൊക്കെ കുറേ സംസാരിച്ചു. എക്സിയോൺ ഉണ്ടായിരുന്നു, എക്സിയോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല. 2 ദിവസം കഴിഞ്ഞു ഓൾറെഡി ഇവൻറ്റിൻ്റെ. ഇന്നലെയൊക്കെ ഗോഡ്ലിക്കിലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഡ്രീം ഹാക്ക് ഉണ്ടാവും. ഡ്രീം ഹാക്കിൽ അവിടെ ഗെയിമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറേ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് എന്താണ് ഉണ്ടാവുക, കോമിക്കോൺ ഉണ്ടാവും. എന്തായാലും ഇനി പോയാറ്. കഴിഞ്ഞ പ്രാവശ്യം അതായത് ഇത് നമുക്ക് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് വെറുതെ നോക്കി ഇങ്ങനെ നടക്കാം. അതാണ് മെയിൻ സാധനം. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ടൊക്കെ പോകണം. അത് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ രാവിലെ വലിയ ആൾ തിന്നാനൊക്കെ പോയത്. പക്ഷേ അന്നത്തെ എനിക്ക് ക്യാമറയും ഇത് മൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനാകുമ്പോഴേക്കും തന്നെ ഇച്ചിരി ലേറ്റ്, കുറച്ച് ലേറ്റുള്ളൂ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇനി പള്ളിക്ക് ലേറ്റ് ആകണ്ടെന്ന് കരുതി. കാരണം ഞാൻ കുറേ കാലമായിട്ട് പള്ളിയിൽ പോയിട്ടില്ല. പോലീസ് ഉണ്ടല്ലോ. ഇതെന്താണ് ഫുൾ ഫാമിലി ഉണ്ടല്ലോ. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ഇത്രയും ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ സ്റ്റോറേജും ഇല്ല. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. എനിക്ക് ഗോപ്രോൻ്റെ ഉള്ള സ്റ്റോറേജ് എക്സ്ട്രാ ഒരു ടോട്ടൽ ഒരു 300 GB 200 എത്ര GB സ്റ്റോറേജേ ഉള്ളൂ. ഞാൻ ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നേ. പക്ഷേ ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ 4K 60 ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഞാൻ ഡീലോഗ് മാറ്റി ഹൈലോഗ് ഇട്ടിരുന്നു. കാരണം ഡീലോഗിൽ ഞാൻ തന്നെ കയറി എഡിറ്റൊക്കെ ചെയ്ത് കളർ ഗ്രേഡൊക്കെ ചെയ്യണം. ഞാൻ വിചാരിച്ചു ആദ്യം ഈ ഗെയിമിംഗ് എഡിറ്റ് മാറ്റി ഈ വ്ളോഗിങ് എഡിറ്റ് ഞാൻ ചെയ്തിട്ടേ ഇല്ല. ചെയ്തിട്ടുണ്ട്, എനിക്ക് വേറെ ചാനലും കാര്യങ്ങളൊക്കെ ഇട്ടാറ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അല്ല. അപ്പോൾ ആദ്യം ഇതൊന്നും നല്ല വൃത്തിക്ക് പഠിച്ചതിന് ശേഷം കട്ട് ആൻഡ് പേസ്റ്റ് ആൻഡ് മ്യൂസിക് ആൻഡ് ഷോ എല്ലാം ആക്കിയതിന് ശേഷം നമുക്ക് കളർ ഗ്രേഡിങ്ങിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുന്നേ ചെറുതായിട്ട് ഈ വ്യൂ തന്നെ കറക്റ്റ് വരുന്നുണ്ടോയെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ വ്യൂ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് പോലെ, പക്ഷേ എൻ്റെ ഹെൽമെറ്റ് ഇങ്ങനെ താന്നു പോകുന്നുണ്ട് പോലെ. അങ്ങനെയും വേണമെങ്കിൽ പോവാം. അത് കോളേജിൻ്റെ പ്രൊമോഷൻസിനും അല്ല, ഇതിലൂടെയും പോയി ഇതിലൂട്ടാണെങ്കിൽ പോയി. എങ്ങനെ പോയാലും ഭൂമി ഉരുണ്ടതല്ലേ. ഞാൻ ഇതിലൂട്ടിയാണ് എപ്പോഴും പോവാറ്. എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഇതിലൂട്ട വന്ന് ശീലമായിപ്പോയി. 1 മാസം കഴിഞ്ഞിട്ട് ഈ നട്ടപ്പൊരി ഒഴുകിൽ അവിടെ മാത്രമേ ഉള്ളൂ മറ്റേ ആൽക്കഹോളിക് വെതർ. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഹൈദരാബാദിലെ കോർ സിറ്റീസ്, കോർ പ്ലേസസ്. താജ്മഹൽ ഉണ്ട്, അവിടെ കുറേ ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ എല്ലാം ഇത്രയും വീടുകളും ഉണ്ട്. നമ്മളത് ആ താജ്മഹലിൻ്റെ സൈഡിൽ കൂടെയാണ് ഇനി പോകാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ ഇങ്ങനെ മൈക്ക് അവിടെ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പേടിയൊന്നുമില്ല, ഒരു ഭയം. നാളെ രാത്രി സ്ട്രീം ചെയ്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് അറേഞ്ച് ഇത് ഇവിടെ വരാനുള്ള ഈ ഹെൽമെറ്റിന് മേലുള്ള കസറത്ത്. നമ്മളത്ര വ്ളോഗറൊന്നുമല്ലല്ലോ, അപ്പോൾ നമുക്ക് പരിചയമില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വന്നപ്പോഴേക്കും സെറ്റായില്ല. പിന്നെ രാത്രി കിടന്ന് കുറച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് എങ്ങനെ സെറ്റാക്കണം എന്ന് കരുതി എങ്ങനെയൊക്കെയോ സെറ്റായിന്ന് വിചാരിച്ചിരുന്നു. ഇതിനി ഔട്ട്പുട്ട് വരുമ്പോൾ മനസ്സിലാവും.
ഒന്ന് ക്യാമറ ആംഗിളിൽ പിന്നെ ഞാൻ തന്നെ വർക്ക് ചെയ്യണം, കാരണം എൻ്റെ തല തന്നെയല്ലേ ഞാൻ നേരെ വെക്കണ്ടേ. പക്ഷെ അതെനിക്കറിയില്ല. എൻ്റെ ഹെൽമെറ്റ് വെയറിങ്ങും എൻ്റെ കൂട്ടുകാരൻ തന്ന പഴയ ഹെൽമെറ്റാണ്, അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പം കൂട്ടുകാരൻ തന്നതിൻ്റെ കുഴപ്പമല്ല, പഴയ ഹെൽമെറ്റാണ്, പിന്നെ എൻ്റെ സൈസും അല്ല. അപ്പം അങ്ങനെയൊക്കെ ഞാൻ കുറേ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ മൈക്കൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. യെസ്, നമ്മളിവിടെ എത്തി. ഇതാണ് ഇതെന്തായിരുന്നു, ടാങ്ക് വെട്ടുന്നതെന്ന് എല്ലാവരും വിളിക്കുക. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് മറ്റേ ലേക്ക്, ഹുസൈൻ സാഗർ ലേക്ക്. നിങ്ങളുടെ വലതുവശത്തുള്ളതാണ് താജ്മഹൽ, അതിൻ്റെ ബാക്കിലുള്ള ഹുസൈൻ സാഗർ. എനിക്ക് ഇങ്ങനെ ക്യാമറ തിരിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടോ. അത് കണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ദൂരെ നിന്ന് എൻ്റെ താജ്മഹൽ. ഇതിൻ്റെ സൈഡിൽ ഇത് ഇങ്ങനത്തെ ഒരു സാധനം. ഇവിടെ ഫുൾ ഹൈദരാബാദ് മൊത്തം ബിൽഡിങ്. അത് അവിടുന്ന് ആ ഒരു കാണുന്ന മന്ദിറാണ് ബിർള മന്ദിർ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ പോയിട്ടില്ല, സത്യം പറയാമല്ലോ. ഞാൻ ഇവിടെ 1.5 കൊല്ലമായി. ഞാൻ തന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളൊന്നും ഇവിടെയൊക്കെ പോയി നടന്നിട്ടുണ്ട്, ബൈക്ക് കൊണ്ട് പോയിട്ടാണ്. ഞാൻ ബിർള മന്ദിറൊന്നും പോയിട്ടില്ല. ചാർമിനാർ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ എന്നെ കാണാൻ വന്നപ്പോഴാണ് പോയത്. ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. കൂട്ടുകാരെ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ഞാൻ അവളെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കും. അവളെന്തായാലും വീഡിയോ ഒന്നും കാണത്തില്ല, എനിക്ക് കണ്ടാൽ തന്നെ അവൾ കമൻറ്റ് ചെയ്യില്ല. ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്തായാലും. പിന്നെ അതല്ലാണ്ട് ഞാൻ ഒരു പ്രാവശ്യം പോയായിരുന്നു ക്ഷീണം മാറ്റാൻ. നമുക്ക് നേരെ പോകണം, ഇങ്ങനെ പോകണം, നേരെ പോയാലേ എങ്ങനെ വേണമെങ്കിൽ പോകാം. നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ പോയിട്ട് അങ്ങനെ എടുക്കാം, മനസ്സിലായി? എങ്ങനെ വേണമെങ്കിൽ പോകാം. എല്ലാം നമ്മുടെ സ്വന്തം ഏരിയയാണ്. അപ്പോൾ ഇനി അവൾ വന്നിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ഞാൻ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ എന്നെക്കാട്ട് കൂടുതൽ കാണുന്നത് എൻ്റെ POV ആയിരിക്കും, മനസ്സിലായി? കാരണം എനിക്ക് സ്ട്രീമിലിരുന്ന് വായ്ത്താളടിച്ച് കൊണടിക്കുന്ന പോലെ പറ്റൂല. കാരണം സ്ട്രീമിൽ എൻ്റെ ചങ്ങായിമാരും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ചങ്ങായിമാരില്ലെങ്കിലും ചാറ്റിലെ കാര്യങ്ങൾ വന്ന് ഇങ്ങനെ വർത്താനം പറയാൻ പറ്റും. ഇതിങ്ങനെ നമ്മളാകെ ഈ വ്ളോഗൊന്നും ചെയ്യാത്ത റൈഡർമാർ ആകെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർകോം ഉണ്ടെങ്കിൽ സംസാരിക്കുമായിരിക്കും. ഹായ് തീവണ്ടി, ചാർമിനാറെന്ന് പറഞ്ഞോളൂ, നമുക്ക് ഇങ്ങോട്ടാണ് മുഖം. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ക്യാമറ തിരിച്ചാലായി. എന്തായാലും എൻ്റെ ഫോൺ നിനക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഫോണിൽ സ്പേസും ഇല്ല, ഫോണിൽ ബാറ്ററിയും ഇല്ല, ഒന്നും നടക്കില്ല. അപ്പോൾ ഇതിൽ മാത്രമേ ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെല്ലാം ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മുഞ്ചി. എന്തായാലും പള്ളി ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. ഇങ്ങനൊരു വെതർ ഫുള്ളാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നേരെ എത്ര ഗ്ലാമർ ഉണ്ടായതാണ്. പക്ഷേ എല്ലാം പോയി. കാരണം ഈ സമയത്തൊക്കെ ഞാൻ കിടന്നുറങ്ങി. ജോലിയുള്ള ദിവസമാണെങ്കിൽ 12 മണിയാകുമ്പോൾ എണ്ണീറ്റ് ചില്ലായിട്ട് ജോലി എടുത്ത് 9 മണി വരെ പണിയെടുത്ത് 9 മണിക്ക് ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ബ്രേക്ക് എടുത്ത് 10-10:30 ആകുമ്പോഴേക്ക് സ്ട്രീമും ചെയ്ത് രാത്രി 4 മണിയായിട്ട് കിടന്ന് ഭയങ്കര ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലായിരുന്നു ഞാൻ ഇത്രയും കാലം ഫോളോ ചെയ്യുന്നത്. ഇന്ന് ഈ കോമിക്കോണിൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രം ഇങ്ങനെ കിടക്ക് ഇങ്ങനെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ, അതൊന്നും കാര്യം വേണ്ട. ടിക്കറ്റ് എടുത്തുകൊണ്ട് മാത്രം രാവിലെ എണ്ണീറ്റ്, അതെ ഞായറാഴ്ചയും കൂടിയാണ്. ഞാൻ കുറേ കാലം വിചാരിക്കുന്നു ഒന്ന് പള്ളിയിലൊക്കെ പോകണം, ചേട്ടനൊക്കെ കാണുന്നു. ഞാനാകെ ഇവിടെ മാത്രമേ വേറെ ആള്, കാരണം കസിൻ ബ്രോവും ചേച്ചിയും. ചേട്ടൊന്ന് ഞാൻ പോയിക്കോട്ടെ, താങ്ക്സ്. ഇവിടെ നമ്മൾ നാട്ടിലെ പോലെ ഡ്രൈവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇവരെ പോലെ അഡാപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി വന്ന് നമ്മളെ തൂക്കി കൊണ്ടുപോകും. പുതിയ വണ്ടിയാണല്ലോ ബ്രോ, കൺഗ്രാജുലേഷൻസ്. നേരെ പോയിട്ടൊരു വളവെടുത്താൽ പള്ളി എത്തി കേട്ടാ. അപ്പം ഞാൻ നൈസായിട്ടേ പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് വീണ്ടും കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരെ എക്സിബിഷൻ ഹാളിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ ബൈ. ഈ പള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഹാളിലോട്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഹൈടെക്സ് എക്സിബിഷൻ ഹാളിനെ കുറിച്ച് 2 വാക്ക്. സോറി ചേട്ടാ, ഹൈടെക്സ് എക്സിബിഷൻ ഹാളിനെ കുറിച്ച് 2 വാക്കെന്ന് പറഞ്ഞാൽ ഒരു വലിയ 2 ഹാള് 2-3 ഹാൾ എന്തോ ഉണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു കൊല്ലം പോയിട്ട്. എന്തായാലും ഇപ്പോൾ പോകുമ്പോൾ കാണാമല്ലോ. പക്ഷേ ഈ ഹാളെല്ലാം എയർ കണ്ടീഷൻഡാണ്, റെഗുലർ ക്ലീനിങ് നടക്കും. ഏത് ഇവൻറ്റ് നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ റെഗുലർ ക്ലീൻ, അതായത്
പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ക്ലീനാക്കി ഇടുക, പരിപാടി കഴിഞ്ഞ് ക്ലീനാക്കുക, അതല്ല. പരിപാടിക്ക് മുന്നേയും പരിപാടി കഴിഞ്ഞിട്ടും, പക്ഷെ പരിപാടി നടക്കുന്ന സമയത്ത് പോലും റെഗുലറായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ടാവും. അപ്പോൾ അത്രക്കും മറ്റേ നൈസായിട്ട് അവർ കീപ്പ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. പിന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ് നല്ല വലുപ്പമുള്ള പരിപാടി. ഇതിനിടയ്ക്ക് മറ്റേ കാറുകളുടെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താണെന്ന് അടിപൊളിയൊരു ഹോളാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അത് ചുറ്റും നടന്ന് കാണാമെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. കാരണം അത്രയും കിടിലം സെറ്റപ്പാണ്. നമ്മളെന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി എന്തായാലും ഞാനേ ഈ ബ്ലോക്കൊക്കെ എഴുതുന്ന പരിപാടി എന്തായാലും തുടങ്ങി. പരിപാടി 11 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ പള്ളി കഴിഞ്ഞ് ഏകദേശം 1 മണിയായി. അപ്പോൾ ഇനി അവിടെ എത്തണമെങ്കിൽ ഏകദേശം 1/2 മണിക്കൂർ 45 മിനിറ്റ് ആവും തോന്നി. ബ്ലോക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്തിയാനേ. എന്തായാലും ഞാനില്ലേ ബ്ലോക്കെല്ലാം കഴിഞ്ഞിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു ഷോക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ പാർക്കിങ് ഞാനേതോ കാട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആടിപ്പാടിയൊക്കെയാണ് വന്നത്. ഇവർ അവിടെ പോകുമ്പോൾ തന്നെ ഒരു കുട്ടി ബാഗും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അത് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ ഞാൻ ബാഗൊന്നും എടുത്തില്ല. ഇപ്രാവശ്യം ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ബാഗ് എടുത്തായിരുന്നു. അപ്പോൾ ബാഗും ഹെൽമെറ്റും തൂക്കണം. കാരണം ഹെൽമെറ്റിലാണല്ലോ ഈ മൗണ്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഐ മീൻ ഒരു മാഗ്നറ്റ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെൽമെറ്റും കയ്യിൽ തന്നെ പിടിക്കണം. അപ്പോൾ അതൊരു ടാസ്ക് ആവും. ഫൈനലി എങ്ങനെയൊക്കെയോ കുറേ ഓടിച്ചിട്ട് ഇവിടെ എത്തി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഇവിടെ നല്ല തിരക്കില്ല. കാരണം ഇവിടെ എന്താ മൾട്ടിപ്പിൾ ഇവൻറ്റ്സ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഹാള്. ബൈക്കിന് പാർക്കിംഗ് ആഡ് ചെയ്യാൻ ഇനി കണ്ടുപിടിക്കണം. 2 വീലർ പാർക്കിങ്ങും കിട്ടി. താങ്ക് യു താങ്ക്സ് ബ്രോ. ഞാൻ ഇത്ര നേരം ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ റെക്കോർഡ് ബട്ടൺ ഓണാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ റെക്കോർഡ് ബട്ടൺ ഓണാക്കാണ്ട് ഇത്ര നേരം ചെയ്ത്. അമ്യൂസോട്ട് ഗ്ലേഷ്യർ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചെസ് ടൂർണമെൻറ്റും മറ്റേതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്രാൻഡ് ടൂറിസ്മോൻ്റെ സാധനങ്ങളുണ്ട്, ക്യാമറാമാൻ ഉണ്ട്, ഇവിടെ വേറെ ആർട്ടിസ്റ്റ് ഉണ്ട്, ബോർഡ് ഗെയിംസിൻ്റെ സാധനങ്ങളുണ്ട്, ടിങ്കിൾ. എടാ പക്ഷേ ഇപ്രാവശ്യം ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഗ്യാപ്പില്ല. ഇങ്ങനെ റെഡ് കാർപ്പറ്റ് ഒന്നും കാണാൻ പറ്റൂലായിരുന്നു. അമ്മാതിരി സ്റ്റോർസാണ്, അത്രക്കും സ്റ്റോർസാണ്. അതെല്ലാം ആൾക്കാർ പിള്ളേരായിരുന്നു കളിക്കുന്നതാണ്. ഗോഡ് ഓഫ് വാർ കളിക്കുന്നു, അവിടെ വാലോറൻ്റ് കളിക്കുന്നു. കൊള്ളാം. സാധനം കണ്ടോ എന്താ ആളിയ. മോനെ ഇവിടെ കോസ്പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര ആൾക്കാരാണ് എൻ്റെ മോനെ. അവിടെ ലോജിടെക്കിൻ്റെ പുതിയ മൗസ് ലൈനപ്പ്. നമ്മളിവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തോട്ടെ. ഭയ്യ താങ്ക് യു സോ മച്ച്. കുറേ പേര് ഞാൻ തളർന്നു. എൻ്റെ കോലം പോയി. എൻ്റെ പുറം പൊളിഞ്ഞ്. ഓക്കെ ചെക്ക് വൺസ്.
ഓക്കെ. You were neon last time as well, right? Yeah. Nice one. ഔട്ട്രോ എടുക്കാൻ വിട്ടുപോയി. നല്ല മഴയായിരുന്നു പരിപാടി കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞാൻ നേരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഒരു സിനിമ കാണാൻ. സിനിമ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുൾ പാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ പാർക്കിംഗ് സ്ഥലമില്ലാത്തതുകൊണ്ട് ബൈക്ക് പാർക്കിങ്ങിൽ ഇവിടെ കൊണ്ടു നിർത്തി. എന്തായാലും ഓട്ടോമാറ്റിക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സൂപ്പർ ബൈക്കിംഗ് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് പോകുന്നു. ഗുഡ് നൈറ്റ്, ബൈ ബൈ. മാർക്കോ ഇങ്ങനെ കഫേയിൽ വന്ന് കോഫിയൊക്കെ കുടിച്ച് മറ്റേ വർത്താനൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരു കഫേയാണ്. എൻ്റെ ആളിയാ എന്തല്ലേ വന്ന് 3 M4 സോറി